ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കുവാണേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പൊ അവിടെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ എടുത്ത് എന്താ പറയാ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇറങ്ങുന്നതിന്റെ ഇടയിൽ സൈൻ ചെയ്യാനുള്ളതൊക്കെ സൈൻ ചെയ്തു. അപ്പം അവിടെ ഒരു റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി ചോദിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്ര മേനോനോട്, സാറ് ഹാപ്പി ആണല്ലോ അല്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ ഇതൊക്കെ ഹോട്ടൽ റൂംസും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സാറിന് ഒരുക്കി തന്ന സൗകര്യങ്ങളൊക്കെ സാറിന് ഇഷ്ടപ്പെട്ടു അല്ലേ എന്നുള്ള രീതിയിലാണ്, ഹാപ്പിയാണല്ലേ എന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗോവർദ്ധൻ ഒന്ന് ബാലചന്ദ്രനെ നോക്കി, ബാലചന്ദ്രൻ ഗോവർദ്ധനെ ഒന്ന് നോക്കി. അപ്പൊ ആ സ്റ്റാഫ് വീണ്ടും പറഞ്ഞു, അതെ, വേറൊന്നും കൊണ്ടും അല്ല, ഒരു റിവ്യൂ ഇടാമോ, അത് അറിയാനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ എന്താ ഒരു റിവ്യൂ തരുന്നതിന്. അതെ, ഒരു കാര്യം ചെയ്യും ഗോവർദ്ധന, നീ അങ്ങോട്ട് റിവ്യൂ കൊടുക്ക, നീയും ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ബാലേട്ട, ഞാൻ ഹാപ്പിയാണ്. എന്നാ പിന്നെ നീ റിവ്യൂ കൊടുത്തോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് മാറി നിന്ന് നമ്മുടെ ഗോവർദ്ധനല്ല ബാലചന്ദ്രനുണ്ടല്ലോ, ഗോവർദ്ധനോട് ഹാപ്പി അല്ലേ ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കാരണം നമ്മുടെ ബാലചന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്താണെന്ന് നന്നായിട്ട് ഗോവർദ്ധൻ അറിയാം. അപ്പം എന്തുകൊണ്ടും ബാലചന്ദ്രൻ പറയുമ്പോഴത്തേക്കും അതിനുള്ള അർത്ഥം നമ്മുടെ ഗോവർദ്ധനൻ മനസ്സിലാക്കും. അങ്ങനെ റിവ്യൂ ഇടുകയാണ് നമ്മുടെ ഗോവർദ്ധനൻ. അത് കഴിഞ്ഞ് ഇവര് കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. ഗോവർദ്ധനൻ ഡ്രൈവ് ചെയ്യുന്നു, ബാലചന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തുള്ള സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, അതെ, താൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ? ഇല്ല ബാലേട്ടാ, സത്യം പറയാലോ, ഒരു പോള കണ്ണടച്ചിട്ടില്ല. അല്ല, എന്നാ പറ്റിയിടോ തനിക്ക്, താൻ എന്താടോ ഉറങ്ങാത്തത്? അത് പിന്നെ തലയ്ക്കകത്ത് ഒരു കടന്നൽ കൂടെ അത് കൂടിയിരിക്കുന്നത് പോലെ തോന്നുവാ. ഞാന് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണോ തന്റെ ഉറക്കം കെടുത്തിയത്? അതിനിപ്പം സംശയമൊന്നും ഇല്ലല്ലോ ബാലേട്ടാ. അതെ, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ, അത് മറന്നേക്കാൻ, ഞാൻ ഇന്നലെയേ ഞാൻ പറഞ്ഞതല്ലേ, ഞാനൊരു ചെറിയ കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞതല്ലേ, താനല്ലാതെ വേറെ ആരെങ്കിലും അത് വിശ്വസിക്കുവോ ഗോവർദ്ധന? അത് പിന്നെ കെട്ടുകഥയൊന്നും അല്ല ബാലേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷോ, ആണോടോ, ഞാൻ പറഞ്ഞില്ലേ മുമ്പൊരിക്കലും ഒരു ലേഡിയുടെ കഥ, എനിക്കൊരു മുൻ കാമുകി ഉണ്ടായിരുന്നു, ആ കാമുകിക്ക് ജനിച്ച പെൺകുട്ടിയാണ് അലീന എന്നൊക്കെ. അത് വെറുതെ പറഞ്ഞതല്ലേ, അത് താൻ വിശ്വസിച്ചല്ലോ. ഞാൻ പറഞ്ഞപ്പം വിശ്വസിച്ചില്ലേ? അതുകൊണ്ട് വേറൊരു കഥ ഞാൻ ഉണ്ടാക്കി. ഇനിയിപ്പം ഒരു കഥയുണ്ടാക്കൽ പരീക്ഷണം നടത്തിയാലോ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. സിനിമാക്കാർക്ക് കൊടുത്താലേ ഒരുപാട് പൈസ കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ ബാലേട്ട വെറുതെ ഇങ്ങനെ ഓരോരോ നുണകൾ പറയുന്നത്? ബാലേട്ടൻ പറഞ്ഞത് സത്യമായ കഥയാണെന്ന് അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല, താൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലെ മദ്യപിച്ചിട്ടില്ല, ഞാൻ മിനിഞ്ഞാന്ന് മദ്യപിച്ചു. ഇന്നലെ മദ്യപിച്ചത് ഞാനല്ല, ബാലേട്ടനെ മദ്യപിച്ചത്. എന്നോട് കഥയും പറഞ്ഞിട്ട് ബാറിൽ പോയി മൂക്കറ്റം കുടിച്ച് അടിച്ച് ഫിറ്റായി വന്ന് കിടന്ന് ഉറങ്ങി. അത് പിന്നെ തന്നെ ഞാൻ വിളിച്ചതല്ലേ, അത് പിന്നെ വിളിച്ചതൊക്കെയാണ്. പക്ഷെ ഇന്നലെ മദ്യത്തെക്കാളും എന്റെ തലയ്ക്ക് പിടിക്കുന്ന ഒരു മയക്കുവെടിയില്ലേ, അതാ ബാലേട്ടൻ എനിക്ക് തന്നത്. പിന്നെ എങ്ങനെയാ, അതുകൊണ്ട് മദ്യം കഴിച്ചാലേ പിടിക്കത്തില്ല. ഛേ, അതൊക്കെ എൻ്റെ ഒരു തമാശയല്ലേടോ. ബാലേട്ടൻ ഇനി അത് തമാശയാണെന്നും പറഞ്ഞ് വെറുതെ എന്നെ ഫൂളാക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രി ഞാൻ ഓരോന്നും കാരണ സഹിതം ആലോചിച്ചു നോക്കി. ഇപ്പം ബാലേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഓഹോ, ഞാൻ ഇത്ര വലിയ പറഞ്ഞോളൂ. അലീന് നമ്മൾ ഇന്നലെ കൊളുത്തുപുഴ പോയി കണ്ട സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന്. അത് മാത്രമല്ല ബാലേട്ടൻ പറഞ്ഞത്, വൈജ ചേച്ചിയുടെ മകളാണെന്നും പറഞ്ഞു. അതിനെന്താടോ, ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ, അതിനിപ്പം അതിശയിക്കാൻ ഉണ്ടോ? ചില സ്ത്രീകളെ പുരുഷന്മാര് ചതിക്കും, പ്രേമത്തിന്റെ ട്രോഫിയും കൊടുത്തിട്ട് കൈ ഒഴിഞ്ഞു പോകും. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ചില സ്ത്രീകള് കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ എന്ത് ചെയ്യും? ചതിക്കും. ആരോ കൊടുത്ത ട്രോഫിനെ കൊണ്ട് ഭർത്താക്കന്മാരുടെ കൈകളിൽ കൊടുത്തിട്ട് ചതിക്കും. പിന്നെ ആ പോങ്കന്മാരുടെ വിചാരം ഉണ്ടല്ലോ, മത്സരിച്ച് ജയിച്ച് നേടിയ ട്രോഫിയാണ് അതെന്നാ. പക്ഷെ എന്റെ കാര്യത്തിന് അതൊന്നും സംഭവിച്ചില്ല. ഞാന് ട്രോഫി മേടിച്ചിട്ടില്ലല്ലോ, വായിച്ച ട്രോഫി ഉപേക്ഷിച്ചിട്ടല്ലേ ജീവിതത്തിലേക്ക് വന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ബാലേട്ട, ഈ 23 വർഷങ്ങൾക്ക് ശേഷം ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങള്? അറിയാൻ കാരണം വേറെ ആരും അല്ല,
ഹും, അലീന തന്നെയാ. അവളുടെ ചില ഫോൺ സംഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ ഇടയായി. അങ്ങനെയാണ് സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഉം വയറ്റിൽ കത്രിക കൊണ്ട് മുറിവേറ്റവൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അപ്പോഴായിരുന്നു അങ്ങനെ ഒരു ഫോൺ സംഭാഷണം അവൾ നടത്തിയത്. അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. ആ ഫോൺ സംഭാഷണം എന്നിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബാലചന്ദ്രൻ ആ ഫോൺ സംഭാഷണം കേൾക്കുന്ന ആ ഒരു ഇത് ബാലചന്ദ്രനെ ഓർത്തെടുക്കുകയാണ്, നമ്മളെയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, എനിക്ക് അപ്പം മുതൽ സംശയം തോന്നി. വൈജ എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടും എത്രയൊക്കെ അപമാനിച്ചിട്ടും അലീന എന്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അത് ഒന്ന്. പിന്നെയും ഉണ്ട് സംശയിക്കാൻ ഏറെ കാര്യങ്ങൾ. വേറെ ഏത് വേലക്കാരിയാണെങ്കിലും എല്ലാം കളഞ്ഞിട്ട് ഓടിക്കളയേണ്ട സ്ഥാനത്തല്ലേ അവളെല്ലാം സഹിച്ചു പിടിച്ചു നിന്നത്. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? നമ്മൾ എന്തെങ്കിലും അവൾക്ക് ചെയ്തു കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി? അലീനയ്ക്ക് എന്റെ മക്കളോട് എന്തെന്നില്ലാത്ത സ്നേഹം, മനസ്സലിവ്. മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവര് നോക്കി, ശുശ്രൂഷിച്ചു, ഉപദേശിച്ചു, നന്നാക്കിയെടുത്തു. എന്തുകൊണ്ട്? അങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻ എന്റെ മുന്നിലും ഉണ്ടായിരുന്നടോ. ഇനി മൂന്നാമത് ഒന്നു കൂടിയുണ്ട്. ബൈജയുടെ അമ്മയെ അവളെ സ്വന്തം മുത്തശ്ശിയെ പോലെയാ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്ര ത്യാഗിനിയാണെങ്കിലും അങ്ങനെയൊന്നും ആരും ചെയ്യില്ലടോ. അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യില്ല. പിന്നെ എന്നോട് അവളുടെ സ്വന്തം അച്ഛനെ പോലെയാ അവള് എന്നോട് പെരുമാറിയത്. ഇതൊക്കെ എന്തുകൊണ്ടാ ഗോവർദ്ധന? പറ. വൈജെ അവളുടെ പെറ്റമ്മ ആയതുകൊണ്ട് മാത്രമാ. രോഹിയും ബബിതയും കൃഷ്ണയും അവളുടെ കൂടപ്പിറപ്പുകളാണെന്ന് അവക്കറിയായിരുന്നു. മുത്തശ്ശി അവളുടെ അമ്മയാണെന്ന് അവക്കറിയായിരുന്നു. അല്ല, അത് അലീനയ്ക്കല്ലേ അറിയത്തുള്ളൂ. അല്ല, ബാലേട്ടന് അതെങ്ങനെ അറിഞ്ഞു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും അന്ന് ഫോണ് തപ്പിയെടുത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുത്തുട്ടോ. അതായത് ഫോണില് ഏറെക്കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിലാണ് അന്ന് കോൾ റെക്കോർഡിങ് ബാലചന്ദ്രൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി. അപ്പം ആ ഒരു കാര്യം ഇങ്ങനെ പറയാണ് ഗോവർദ്ധനോട്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായി, കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആ അഴുക്ക് ചാലിൽ കിടന്ന് ഞൊളയ്ക്കുന്ന പുഴു, തനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന്? അത് പിന്നെ ബാലേട്ട മനസ്സിലായി. എനിക്കല്ലാതെ ഇതാർക്കും മനസ്സിലാകാണ ബാലേട്ട. 23 വർഷക്കാലം കൊല്ലപ്പള്ളിക്കാരെ ഈ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. വൈജയന്തി 23 വർഷക്കാലം പതിവൃത്ത ചമഞ്ഞ് എന്നെ പറ്റിച്ചു. എങ്ങനെ സഹിക്കൂടോ ഞാനിത്? ഏതു ഭർത്താവ് സഹിക്കും? എന്റെ പെങ്ങള് നിന്നെ ചതിച്ചാൽ നീ സഹിക്കുവോ? അത് ശരിയാ ബാലേട്ട, ആർക്കും ഇത് സഹിക്കില്ല. എനിക്കറിയാം, ആർക്കും ഇത് സഹിക്കില്ല. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണമായിരുന്നു. സ്ഥിരീകരണം കിട്ടണമല്ലോ. അതുകൊണ്ടാണ് 2 ദിവസത്തേക്ക് ഞാൻ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് എന്റെ മൂത്ത അളിയന്റെ അടുത്തേക്ക് ഞാൻ കയറിയത്. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു. എണ്ണി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവനുണ്ടല്ലോ ഗംഗാധരൻ വെട്ടി വേർക്കുമായിരുന്നു നിന്ന്. അവൻ വെട്ടി വേർത്തിട്ട് അവന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവൻ മറുപടി തന്നു. ആരാണ് വൈജ? സ്റ്റാൻലി ആരാണ്? എല്ലാത്തിനുമുള്ള മറുപടി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ബാലചന്ദ്രനെ ചതിക്കുകയാണ് എന്ന് സമ്മതിച്ചു. എല്ലാം മറച്ചു വെച്ചിട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ച് തന്നതെന്ന് വരെ സമ്മതിക്കുകയുണ്ടായി. അതെല്ലാം കേട്ടുണ്ടല്ലോ ഞാനും നിന്ന് വേർത്തു. അന്നെനിക്ക് അറ്റാക്ക് ഉണ്ടായില്ലേ? അതിനെല്ലാം കാരണം ഈ ഒരു സംഭവം തന്നെയാ ഗോവർദ്ധന. അന്ന് ഞാൻ ചങ്ക് പൊട്ടിയ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റി, പക്ഷെ എന്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലടോ അന്ന്. അതുകൊണ്ട് ഈ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായി. ഈ വേദനയ്ക്ക് അറിയണമെങ്കിലുണ്ടല്ലോ അനുഭവിക്കണം. ഹാർട്ട് ടെൻഷനിലാടോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി ബാലേട്ട, എല്ലാം മനസ്സിലായി. എന്നിട്ട് അന്ന് അലീന എന്റെ ജീവൻ പിടിച്ചു നിർത്തി. അലീന ആംബുലൻസ് പിടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അവൾ എന്നോട് ചെയ്തിട്ടുണ്ടോ. 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് മയപ്പെടുത്തി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ദേ ബാലചന്ദ്ര,
നിന്റെ കയ്യിലൊരു ബോംബുണ്ട്, ബോംബ്. വെറും ബോംബല്ല, നല്ല ഒന്നാം തരം ആറ്റം ബോംബ്. അത് നിന്റെ ശത്രുവിന് എതിരെ പ്രയോഗിക്കാനുള്ളതാ. അത് പൊട്ടിക്കാനുള്ള സമയം നീ ബുദ്ധിപൂർവം തീരുമാനിച്ചാൽ മാത്രം മതി ബാലചന്ദ്ര എന്ന്. വീട്ടില് എത്തി ഞാന് താഴത്തെ നിലയിലേക്ക്, അല്ല സോറി, മുകളിലത്തെ നിലയിലേക്ക് താമസം മാറ്റി. ഞാൻ എല്ലാവരെയും വാച്ച് ചെയ്തു. അലീന എൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണുന്നതിന്റെ രഹസ്യം അപ്പോഴേക്കും ഏകദേശം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എല്ലാവരും അവളുടെ കുടുംബാംഗങ്ങളാ, ഞാൻ അവളുടെ അച്ഛനാ. ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം, ആ ഒരു പരിഗണന അവള് അവൾ എനിക്ക് തന്നു. എന്നെയാ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതുമല്ല, എന്നെ മാത്രമല്ല. ദേ അവൾ ആണ് എൻ്റെ ആയുധം, ഒന്നാം തരം നല്ല ആയുധം. വൈജയന്തിയെ തകർത്ത് കളയാനുള്ള, എന്താ പറയാ, വെട്ടുകത്തി അല്ലെങ്കിൽ കോടാലി അല്ലെങ്കിൽ ആറ്റം ബോംബ്. സമയാവട്ടെ, ഞാൻ ആ ബോംബ് പൊട്ടിച്ചു കളയാമെന്ന് കാത്തിരുന്നു. പക്ഷേ സമയം ആയില്ല. ഈ സമയത്ത് അലീന എന്റെ വീട്ടിൽ നിന്ന് പോകാൻ അങ്ങ് തീരുമാനിച്ചു. അതല്ല, അത് അത് അല്ല ബാലേട്ട, അതിന് എന്തായിരുന്നു കാരണം? അതും തനിക്കറിയാം. ദേ അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരേ ഒരു നിർബന്ധം ഈ പറഞ്ഞ എന്റെ പുന്നാര ഭാര്യ വൈജയന്തിക്കും ആങ്ങളമാർക്കും. ശിവേട്ടനും രാജീവനും ഒക്കെ, അതുപോലെ ഗംഗേട്ടനും ഒക്കെ ഫ്ലൈറ്റ് പിടിച്ച ഉടനെ പറന്നെത്തി. അലീന പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. അവളെ കൊണ്ടുപോകാനായിട്ട് മാമച്ചനും രേവതിക്കുട്ടിയും ഭാര്യയും എത്തി. അന്നീ ബാലചന്ദ്രൻ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടവരോട് വിളിച്ചു പറയാൻ തോന്നി. ചെറിയൊരു ഡോസ്, ചെറിയൊരു ബോംബ്. പിന്നെ അന്ന് തന്നെ അലീനയോടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവളോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. ഈ സമയത്ത് അലീന അവൾ എൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് ചോദിച്ചു. പൊട്ടിക്കരഞ്ഞെന്ന് അവളോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ബോംബ് പൊട്ടും. ഈ കുടുംബം ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. അതുമാത്രമല്ല, പിന്നെ ഞാൻ അന്ന് മുതൽ വൈജയുടെ ഭർത്താവും ആയിരിക്കില്ല എന്ന്. ഇത് കേട്ടപ്പോഴേ അവളിന്ന് പോകാനുള്ള ആ മനസ്സ് ഇല്ലാതായി. പോകാനിറങ്ങിയവൾ അവിടെ നിന്ന് പോയില്ല. കാരണം അവളുടെ അമ്മയുടെ ജീവിതം ചിന്ന ഭിന്നമാകുന്നത് കാണാൻ നമുക്ക് പറ്റില്ല. അവളുടെ അവളുടെ സഹോദരങ്ങളെ വിഷമിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അവൾ അവിടെ പിടിച്ചു നിന്നു. അപ്പൊ നമ്മുടെ ഗോവർദ്ധനം പറഞ്ഞു, അയ്യോ കഷ്ടം, കഷ്ടമാ, വെറും കഷ്ടം. 23 വർഷമേ ആ കൊച്ച് വെറും അനാഥയായിട്ട് ജീവിച്ചു. സ്വന്തം വീട് കണ്ടെത്തി അവിടെ എത്തിയപ്പം സ്വന്തം പെറ്റ തള്ള തന്നെ അടിച്ചിറക്കുന്ന ആ പെങ്കൊച്ചിനെ. അതെ, ബാലേട്ടൻ പറഞ്ഞ എത്രമാത്രം സത്യമാ. എന്തൊരു കഷ്ടമാ ബാലേട്ട ഇത്. അത് നീതിയാണോ? അല്ല, ഒരിക്കലും നീതിയല്ല. എന്റെ കുടുംബത്തിൽ ഓരോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അലീനയാ പിടിച്ചു നിർത്തിയത്. അലീനയാ എന്റെ കുടുംബം നേരെ നിർത്തിയത്. അലീനയാ എല്ലാം നോക്കിയത്. അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാന് ഒരു മനുഷ്യനല്ലേ, എനിക്കൊരു മനസ്സില്ലേ, ഒരു മനസാക്ഷിയില്ലേ? അവളോട് എനിക്ക് കടപ്പാടുണ്ട് ഗോവർദ്ധന, കടപ്പാട് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു കടപ്പാടും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എല്ലാം ഈ ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ യാത്ര ഞാൻ തീരുമാനിച്ചത്, ഗംഗേട്ടനെ പോയി കണ്ടത്. അതുപോലെ അവളുടെ അച്ഛൻ സ്റ്റാൻലിനെ, അതായത് ഞാൻ ഏറ്റവും വെറുക്കേണ്ട മനുഷ്യനല്ലേ ഈ സ്റ്റാൻലി ജോസഫ്. ഞാൻ അയാളുടെ വീട്ടുമുറ്റത്ത് പോയത് ഈ അലീനയ്ക്ക് വേണ്ടിയാണോ? ഈ അലീനയ്ക്ക് വേണ്ടി, അയാൾക്കൊരു മകളുണ്ടെന്ന് അറിയിക്കാൻ, അവളെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി, അലീനയെ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി, അവക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അവളുടെ അച്ഛനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി, എല്ലാം ഞാൻ ചെയ്തത് അലീനയ്ക്ക് വേണ്ടിയാ. അത് പിന്നെ ബാലേട്ട, ഞാനും ബാലേട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത അലീനയെ എന്തിനാ ബാലേട്ടൻ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഒരുപാട് ഞാൻ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാനും സുലുവും കൂടി ബാലേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല ബാലേട്ടൻ എന്ന് ഈ കഥകൾ കേട്ടപ്പോഴാ ബാലേട്ട എനിക്ക് മനസ്സിലായത്. ബാലേട്ടൻ വലിയൊരാളാ, വലിയൊരാള്. എനിക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയും വലിയൊരാള്, നല്ല മനസ്സുള്ള ഒരാള്. ഞാനിപ്പോഴാ ബാലേട്ടന്റെ വലിപ്പമായി കാണുന്നത്. ബാലേട്ടന്റെ മുമ്പില് ചെറുതായി ജീവിക്ക ഞാനൊക്കെ. ഒന്നുമല്ല, ഇതൊന്നും ഒന്നുമല്ല. ഞാൻ വെറും കീടം, കൂടെ ഒഴുകുന്ന ചെറിയ പുഴുവില്ലേ,
തീരെ ചെറിയ പുഴു. അത് അതാ ഞാന്. ദേ അലീന പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ ആരായി? ഏ നീ പറ, നീ പറ. ഞാൻ വൈജയുടെ ഭർത്താവായിട്ട് പിന്നെ ഇരിക്കുവോ? വൈജ എന്റെ ഭാര്യ സ്ഥാനത്തേക്ക് തിരികെ കയറുവോ? ഇല്ലടോ, ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അലീന ഇവിടെ നിന്ന് പോയാൽ ഈ ബോംബ് ഞാൻ പൊട്ടിക്കും. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും. പറഞ്ഞതൊക്കെ പറഞ്ഞു. താനൊരു കാര്യം ചെയ്യ, വണ്ടി എടുക്കുകയെന്ന്. അത്ര നേരം വണ്ടി നിർത്തിയിട്ടിട്ടാട്ടോ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പകുതി വരെ വണ്ടി ഓടിച്ചോണ്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗോവർദ്ധനൻ വണ്ടി നിർത്തിയിട്ടിട്ടാ കാര്യങ്ങളൊക്കെ കേട്ടത്. അങ്ങനെ വണ്ടി എടുത്തോണ്ട് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വിട്ടടിച്ചു പോവുകയാണ്. ബാലൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചാരിയൊക്കെ ചാഞ്ഞു കിടന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന എന്തൊരു ദയനീയതയാണല്ലേ ആ മനുഷ്യന്റെ അവസ്ഥ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒരു ഹൈപ്പും ഒരു ലൈക്കും ഒക്കെ തന്നിട്ട് എല്ലാവരും പോണേ. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യണം. നമ്മുടെ ഈ ചാനലിലാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.